നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നേതൃത്വത്തെ 6 അടി മണ്ണിൽ കുഴിച്ചുമൂടി. പിണറായി വിജയൻ CPM-നെ നയിച്ചത് പാർട്ടിയുടെ വഴിയിലൂടെയല്ല. പിണറായിക്കെതിരെ അമ്പലപ്പുഴയിൽ നിന്ന് ആ ഉഗ്ര ശബ്ദം. ചെറ്റത്തരമെന്ന് പിണറായി ആരെയാണോ ആക്ഷേപിച്ചത്, അയാൾ വമ്പൻ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴ പാർട്ടി കോട്ട തൂക്കി പിണറായിക്ക് ചെക്ക് വെച്ചു. പിരിവെട്ടി നിൽക്കുന്ന പിണറായിക്കിട്ട് ആദ്യ വെടിപൊട്ടിച്ച് സുധാകരൻ. ആലപ്പുഴയിൽ ഒരു കൂട്ടം തെമ്മാടി സഖാക്കൾക്ക് മുന്നിലേക്ക് സുധാകരനെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്ത പാർട്ടി നേതൃത്വം ഓർത്തില്ല അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന്. സുധാകരനെ ഒറ്റതിരിഞ്ഞാക്രമിച്ചു. ഈ പാർട്ടിയെ വളർത്താൻ ചെങ്കൊടി പിടിച്ചൊരു മനുഷ്യനെ സൈബർ ഇടത്തിലെ ഞാഞ്ഞൂൽ കമ്മികൾ അധിക്ഷേപിച്ചപ്പോഴും പാർട്ടി തിരുത്തിയില്ല. ഒടുക്കം അയാൾ ഒരു തിരുത്തങ്ങ് തിരുത്തി. അത് താങ്ങാൻ കെൽപ്പില്ലാതെ തകർന്നടിഞ്ഞു വീണിരിക്കുകയാണ് പിണറായി. കിട്ടിയ അടിയിൽ പുളയുന്ന പിണറായിക്ക് ഒരക്ഷരം വാ തുറക്കാൻ കഴിയുന്നില്ല. മാധ്യമങ്ങൾ വളഞ്ഞപ്പോഴും CMA ഒരു ചോദ്യമെന്ന് കുത്തിപ്പറഞ്ഞപ്പോഴും തലപൊക്കി നോക്കാതെ പിണറായി തലകുനിച്ച് നടക്കുകയായിരുന്നു. ഇതുവരെ കടക്ക് പുറത്തെ നാട്ടിയ ധാർഷ്ട്യം ഇപ്പോൾ പിണറായിയുടെ മുഖത്തില്ല. എന്നാൽ ഏറ്റവും വലിയ തോൽവി, തല പൊക്കാനാകാത്ത തോൽവി പിണറായിക്ക് കിട്ടിയത് വിമതരുടെ വിജയമാണ്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചത് പിണറായിക്ക് തല പിളരുന്ന അടിയാണ്. നിയമസഭയിൽ സുധാകരൻ വന്നിരുന്നാൽ പ്രതിപക്ഷത്ത് പിണറായി എങ്ങനെ ചെന്നിരിക്കും? പിണറായി വിജയൻ CPM-നെ നയിച്ചത് പാർട്ടിയുടെ വഴിയിലൂടെ അല്ലെന്ന വിമർശനമാണ് ഇപ്പോൾ സുധാകരൻ നടത്തിയിരിക്കുന്നത്. തനിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ ചെറ്റപ്രയോഗം പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു. സമുദായ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ എനിക്കൊപ്പമാണെന്ന് മനസ്സിലാക്കിയാണ് ജനകീയ സ്വതന്ത്രനായി ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആരോടും ഞാൻ ആലോചിച്ചില്ല. മുഖ്യമന്ത്രി പറയുന്നത് 6 മാസം മുൻപ് ആലോചിച്ചതാണെന്നാണ്. എൻ്റെ മകനുമായിട്ടും ഭാര്യയുമായിട്ടേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ആദ്യം ആരുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞാണ് UDF പിന്തുണ പ്രഖ്യാപിച്ചത്. അത് സ്വീകരിച്ചത് പ്രയോജനപ്പെട്ടു. അതിന് UDF-നോട് എനിക്ക് നന്ദിയുണ്ട്. ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. രാഷ്ട്രീയം പറയാതെ CPM വ്യക്തിഹത്യ നടത്തുകയായിരുന്നു. രാഷ്ട്രീയമില്ലാതെ വല്ലവരെയും ആക്ഷേപിക്കാൻ നടക്കുന്നവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് CPM-ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് ആരെങ്കിലും കേരളത്തിലുണ്ടോ? ഞാൻ CPM-ൽ പ്രവർത്തിച്ചപ്പോൾ പാർട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 4-5 വർഷം മുമ്പ് വരെയും ഇങ്ങനെ ആയിരുന്നില്ല. CPM ഇപ്പോൾ CPM അല്ലാതായി. അതുകൊണ്ടാണ് പാർട്ടി വിട്ടത്. കൊടിയും ചിഹ്നവും പ്രസംഗവും മാത്രമേ ഉള്ളൂ. എനിക്കിനി CPM-ലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ മാർക്സിസ്റ്റ് ആശയത്തെ ഒരിക്കലും ആക്ഷേപിക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടിയെയും ആക്ഷേപിക്കില്ല. കാരണം അതിവരാരും ഉണ്ടാക്കിയതല്ലല്ലോ. വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. നേതൃത്വം ഈ പാർട്ടിയെ 6 അടി മണ്ണിൽ താഴ്ത്തും. തിന്നു തീർത്തേ മാറൂ. സുധാകരൻ പച്ചയ്ക്ക് തുറന്നടിച്ചു. അതായത് ഇനിയെങ്കിലും ഈ പാർട്ടിയെ ഒരു കൂട്ടരുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമായി തിരികെ പിടിച്ചെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ ഇറങ്ങി പുറപ്പെടണമെന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. നിയമസഭയിലേക്ക് ഇനി എന്തായാലും പിണറായി വരുമോ? അതൊരു ചോദ്യമാണ്. എങ്ങനെ വന്നിരിക്കാനാണ് ആ കാർന്നോര്? പാർട്ടിയിലെ നെറികേട് ചോദ്യം ചെയ്ത് പുറത്തു പോയവർ പുഷ്പം പോലെയാണ് വിജയിച്ചു കയറിയത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, അമ്പലപ്പുഴയിൽ സുധാകരൻ, പിന്നെ KK രമ കഴിഞ്ഞ 5 വർഷമായി പിണറായിയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരൊക്കെ ഇരിക്കുന്ന നിയമസഭയിൽ അവരൊക്കെ ഭരണപക്ഷത്ത് വന്നിരുന്നാൽ പ്രതിപക്ഷ നിരയിൽ ഇരിക്കാൻ പിണറായി കുറച്ച് വിയർക്കും. ഇന്ദ്രനും ചന്ദ്രനുമൊക്കെ വാഴ്ത്തുപാട്ടിലേ ഉള്ളൂ. ഇരട്ടച്ചങ്ക് പോയിട്ട് ആകെ ഉള്ളത് 2 കൊട്ട തേങ്ങയാണ്. കൂടുതൽ പ്രഷർ താങ്ങാനുള്ള ഒരു ശേഷി ഇപ്പോഴത്തെ ഇരട്ടച്ചങ്കനില്ല. പല ആവർത്തി മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഈ പ്രസ്ഥാനത്തിന്. നിങ്ങൾ തെറ്റായ പാതയിലൂടെ പോകുന്നു എന്ന്. ഈ പോക്ക് അപകടമാണെന്ന്. അപ്പോൾ കേട്ടില്ല. അഹങ്കാരം കൊണ്ട് മതിച്ചു പുളച്ചു. ഒടുക്കം ജനം ഒടിച്ചുകുത്തി മൂലയിലിരുത്തി. ആലപ്പുഴയിൽ ഉൾപ്പെടെ പാർട്ടി കൈവിട്ട നിലയിലേക്ക് പോകുന്നുവെന്ന് ഇതേ സുധാകരൻ എത്ര തവണ മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരു കൂട്ടം ക്രിമിനലുകളാണ് CPM-ന്റെ ഭരണം കൈയാളുന്നതെന്ന് സുധാകരൻ പച്ചയ്ക്ക് പറഞ്ഞില്ലേ? എല്ലാം നേടി പാർട്ടിയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് സുധാകരനെ CPM നേതൃത്വം അപ്പോഴും ആക്ഷേപിച്ചു. തുടരെ ആ മനുഷ്യനെ അപമാനിച്ചു. ആലപ്പുഴ പാർട്ടിയിലെ ജീവിച്ചിരിക്കുന്ന ഏക അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളിയാണ് സുധാകരൻ. കൊണ്ട അടിക്കും തൊഴിക്കും കയ്യും കണക്കുമില്ല. വീണ്ടും പദവി ചോദിച്ചല്ല സുധാകരൻ പാർട്ടിയോട് കലഹിച്ചത്, പരിഗണന ചോദിച്ചാണ്. അതായത് ആദ്യമൊന്നും അദ്ദേഹം എവിടെയും തനിക്കൊരു പദവിക്ക് വേണ്ടി വായിട്ടലച്ചില്ല.
പകരം തനിക്ക് നേരെ വലിയ അപമാനം, തനിക്ക് പാർട്ടിയിൽ വലിയ അപമാനം നേരിടേണ്ടി വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നും രണ്ടുമല്ല, 63 വർഷത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി മെതിച്ചു ആലപ്പുഴ CPM-ലെ തറ ഗുണ്ടകൾ. അത് കണ്ട് ചിരിച്ചതല്ലാതെ പിണറായിയും ഗോവിന്ദനും അരുതെന്നൊരു വാക്ക് പറഞ്ഞില്ല. ആലപ്പുഴ സൈബർ ഗ്രൂപ്പുകളിലെ തെമ്മാടികൾ സുധാകരനെ ഒരു ട്രോൾ മെറ്റീരിയലാക്കി. പാർട്ടി അവഹേളിക്കുന്നുവെന്ന് ഏറെ വേദനയോടെ എത്ര തവണ സുധാകരൻ പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും മുതിർന്ന നേതാക്കൾ കണ്ടില്ലെന്ന് നടിച്ചു. സുധാകരനെ ആക്ഷേപിക്കുന്നത് കണ്ട് രസിച്ചു. അതിനെല്ലാത്തിനും കൂടെയുള്ള അടിയാണ് അമ്പലപ്പുഴയിൽ നിന്ന് പാർട്ടിയുടെ കോട്ടയാണെന്നേ. അവിടെ നിന്നാണ് സുധാകരൻ വിജയിച്ചു കയറിയിരിക്കുന്നത്. സ്വതന്ത്രനായി മത്സരിച്ച് UDF-ന്റെ പിന്തുണയോടെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പാർട്ടിക്കെതിരായ വിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ. അവിടുത്തെ CPM-കാർ എത്രത്തോളം ഈ പാർട്ടിക്കെതിരെ പൊറുതിമുട്ടി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാമല്ലോ. അതായത് ഈ പാർട്ടിയെ ഒരു കൂട്ടം കൊണ്ട് തൊലയ്ക്കുന്നു എന്ന് എത്രയോ കാലങ്ങളായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴൊന്നും തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ല. ഈ പോക്ക് ശരിയല്ല, നാശത്തിലേക്കാണെന്ന് മുതിർന്ന നേതാക്കൾ എത്ര തവണ പറഞ്ഞു, കേട്ടില്ല, അഹങ്കരിച്ചു. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറിയിരുന്നു. എന്നിട്ട് എന്തായി? നടുവും തല്ലി താഴേക്ക് വീണു. പക്ഷേ ഈ വീഴ്ച ഉണ്ടല്ലോ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടി, നാണം കെട്ട തോൽവി എന്ന് വേണം പറയാൻ. CPM-ൽ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന വിമർശനം ഉയർത്തി പാർട്ടിയുമായുള്ള 6 പതിറ്റാണ്ടിന്റെ ചങ്ങാത്തം ഉപേക്ഷിച്ച് UDF പിന്തുണയോടെ വിമതനായി മത്സരിച്ച സുധാകരൻ അമ്പലപ്പുഴയിൽ നേടിയത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11,125 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ച CPM-ലെ സലാമിനെ 27,935 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് സുധാകരൻ തറ പറ്റിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, സുധാകരന് വോട്ട് ചെയ്തത് UDF അനുഭാവികളാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. CPM-ന്റെ പ്രവർത്തകർ തന്നെയാണ് അവിടെ സുധാകരന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിച്ച 22,621 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വിമതനായപ്പോൾ സുധാകരൻ തിരുത്തിക്കുറിച്ചത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ സുധാകരൻ വിജയിച്ചപ്പോൾ പരാജയപ്പെട്ടത് പാർട്ടിയും അതിൻ്റെ നേതൃത്വവുമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചതു മുതൽ അദ്ദേഹത്തിനെതിരെ CPM ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് മികച്ച വിജയം സമ്മാനിക്കുകയാണ് ചെയ്തത്. സുധാകരന് അനുകൂലമായോ പ്രതികൂലമായോ വാർത്തകളില്ലാത്ത ദിവസങ്ങൾ പ്രചാരണ വേളയിൽ അപൂർവമായിരുന്നു. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയും പോലെ എതിർപ്പുകളെയും അദ്ദേഹം വോട്ടാക്കി മാറ്റി. സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അധികം കഴിയും മുൻപേ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് എത്രയോ CPM-കാരാണ് കൂക്കി വിളിച്ചത്. അദ്ദേഹം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയപ്പോൾ പോലും അദ്ദേഹത്തെയും ഭാര്യയെയും തടഞ്ഞു നിർത്തി കൂക്കി വിളിച്ചായിരുന്നു ഈ അമ്പലപ്പുഴയിലെ തറ ഗുണ്ടകൾ CPM-കാർ അദ്ദേഹത്തെ ഓടിച്ചത്. എന്നിട്ട് എന്തായി? അവസാനം കൂക്കി വിളിച്ചവന്മാരുടെ അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ്. തുടക്കത്തിലെ വിജയമുറപ്പിച്ച സുധാകരൻ തികഞ്ഞ മെയ്വഴക്കത്തോടെയാണ് വിമർശനങ്ങളെ എല്ലാം നേരിട്ടത്. ചുട്ട മറുപടി കൊടുക്കേണ്ടിടത്ത് ഒട്ടും കുറയാതെ അത് നൽകുകയും ചെയ്തു. അമ്പലപ്പുഴയിലുണ്ടായ വോട്ട് ചോർച്ചയിൽ പാർട്ടി അണികൾക്ക് വിശദീകരണം നൽകുക എന്നതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. പാർട്ടിക്ക് മേൽക്കൈയുള്ള പഞ്ചായത്തുകളിൽ പോലും LDF പിന്നിൽ പോയത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആലപ്പുഴ നഗരസഭാ വാർഡുകളിലും സ്വന്തം പഞ്ചായത്തായ പുന്നപ്ര വടക്കിലുമാണ് സുധാകരൻ ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചത്. നഗരസഭാ വാർഡുകളിൽ 8,442 പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൽ 5,365 സുധാകരന്റെ ഭൂരിപക്ഷം. പുന്നപ്ര വടക്ക് LDF-ന്റെ ശക്തി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. പുന്നപ്ര തെക്ക് 4,674, അമ്പലപ്പുഴ വടക്ക് 3,714, അമ്പലപ്പുഴ തെക്ക് 2,780, പുറക്കാട് 3,360 വോട്ടുകൾക്കും സുധാകരൻ മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ കട്ടക്കുഴിയിൽ പടക്കം പൊട്ടിച്ചു. പാർട്ടി അനുഭാവികൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. അതായത് സുധാകരനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിൽ CPM-കാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയല്ലേ. സലാമൊക്കെ ഒരു നിസാരക്കാരനായിട്ടുള്ള നേതാവല്ല. CPM-ൽ ആലപ്പുഴയിൽ ഒരു പ്രബല ശക്തിയാണ് സലാമൊക്കെ. അതായത് ഇവരുടെ കയ്യിലാണ് ഭരണം ഇരിക്കുന്നത്. ആ സലാമിനെ തറ പറ്റിച്ചുകൊണ്ടാണ് സുധാകരൻ അധികാരത്തിൽ കയറിയിരിക്കുന്നത്.
കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയവർക്കുള്ള മറുപടിയാണിതെന്ന് സുധാകരൻ വിജയിച്ചു കയറിയപ്പോൾ ആദ്യ പ്രതികരണം നടത്തിയത്. കുറെ പേരുടെ വകയാണ് CPM എന്ന് കരുതിയവർക്കുള്ള മറുപടിയാണിത്. ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്ന പഴയ വാക്യം ചിന്തിച്ചവർക്കുള്ള മറുപടിയാണിത്. ജനകീയ സ്വതന്ത്രനായിട്ടാണ് താൻ മത്സരിച്ചതെന്നും ഏറ്റവും വലിയ മതേതര പാർട്ടിയായ കോൺഗ്രസ് പിന്തുണച്ചുവെന്നും സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് മതേതര നിലപാടുള്ള കക്ഷിയാണ്, മുസ്ലിം സമുദായം പിന്തുണച്ചുവെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പിന്തുണ തണലായി പരിരക്ഷ നൽകിയെന്നും എല്ലാ പ്രവർത്തനവും നടത്തിയത് കോൺഗ്രസ് ആണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. പണം മുടക്കിയതും കോൺഗ്രസ് തന്നെയാണ്. CPM പ്രവർത്തകരെ ആരും നിയന്ത്രിക്കാനില്ലെന്നും കന്നുകാലികളെ അഴിച്ചുവിട്ടതുപോലെ കുറെ എണ്ണം നടക്കുന്നുണ്ടെന്നും സുധാകരൻ വിമർശിച്ചു. മുഖ്യമന്ത്രി തന്നെ ചെറ്റ എന്ന് വിളിച്ചു. ചെറ്റക്കുടിലിൽ താമസിക്കുന്നവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊണ്ടത്. CPM ഒരു ശിഖണ്ഡിയെന്നും സുധാകരൻ വിമർശിച്ചു. ഇപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ആണോ എന്നും സുധാകരൻ പച്ചയ്ക്ക് ചോദിച്ചു. വലിയ അടിയാണ് സുധാകരന്റെ നാവിൻ തുമ്പിൽ നിന്ന് CPM ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, CPMനെയും CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അടി കിട്ടിയത് വിമതന്മാരൊക്കെ ജയിച്ചത് തന്നെയാണ്. CPM വിട്ടു പോകേണ്ടി വന്നതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടമുണ്ടെന്നും എന്നാൽ പാർട്ടി അതിന്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകണമെന്നും TK ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ KP രമണി പ്രതികരിച്ചത്. TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്നും വിജയിച്ചു കയറിയ പശ്ചാത്തലത്തിലായിരുന്നു KP രമണിയുടെ പ്രതികരണം. തങ്ങൾ നേരിട്ട അവഹേളനം സഹിക്കാൻ പറ്റാത്തതായിരുന്നുവെന്നും ജീവിതകാലം മുഴുവൻ പാർട്ടിക്കായി മാറ്റിവെച്ച തങ്ങൾക്ക് കുടുംബപരമായ സന്തോഷങ്ങളെക്കാൾ വലുതായിരുന്നു പ്രസ്ഥാനമെന്നും അവർ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ മാഷിന്റെ നിലപാടിനെ ജനങ്ങൾ അംഗീകരിച്ചതായും ഇത്രയും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അവർ പറഞ്ഞു. സത്യം ജയിക്കണമെന്നാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. കേരളത്തിൽ CPM നിലനിൽക്കണം എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തിരുത്തപ്പെടണം. ജനങ്ങൾ ഇപ്പോൾ അതിനുള്ള അവസരം നൽകിയിരിക്കുകയാണ് എന്നും രമണി പ്രതികരിച്ചു. കുടുംബത്തെ പോലും നോക്കാതെ പാർട്ടിക്കായി ജീവിച്ച തങ്ങൾക്ക് പാർട്ടി വിടേണ്ടി വന്ന സാഹചര്യം അങ്ങേയറ്റം വേദനാജനകമായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ രമണി വികാരാധീനയായി സംസാരിച്ചു. കോടിയേരിയുടെ കാര്യം പറയുമ്പോൾ കണ്ണിൽ വെള്ളം വരും. അത്ര അടുത്ത ബന്ധമായിരുന്നു ഞങ്ങളോട്. ഈ വീട്ടിൽ വന്ന് 2 ദിവസം താമസിച്ചിട്ടുണ്ട്. സ്വന്തം പെങ്ങളെ പോലെയാണ് എന്നെ കരുതിയിരുന്നത്. കോടിയേരിയെ പോലെ ഒരു സെക്രട്ടറി പാർട്ടിക്കില്ലാത്തതാണ് വലിയ നഷ്ടം. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ സുധാകരനോ കുഞ്ഞികൃഷ്ണനോ TK ഗോവിന്ദൻ മാഷോ ഇത്തരത്തിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നും രമണി ഉറപ്പിച്ചു പറഞ്ഞു. കോടിയേരിയുടെ അഭാവം പാർട്ടിയിൽ പ്രകടമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ LDF സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി വ്യക്തമാക്കിയായിരുന്നു TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. സ്വതന്ത്രനായി മത്സരിച്ച ഗോവിന്ദൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയും ഗോവിന്ദന്റെ അടപ്പ് തെറിപ്പിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ പാർട്ടിക്കെതിരെ നിന്ന്, അതായത് പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ശബ്ദമുയർത്തിയവരെ ചാപ്പയടിച്ച് പുറത്തേക്ക് ഓടിക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്കൊപ്പം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ നിന്നു. അവർ പോരാടി. CPMലെ തെറ്റ് തിരുത്തണം എന്ന് ഇപ്പോൾ ജനങ്ങളും CPMലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും ആവർത്തിച്ചു പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.